ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കോട്ട്ലാൻഡിലെ ഒരു ഗ്രാമം. അവിടെ 50 വയസ്സുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവളൊരു അമ്മയാണ്. ശാരീരിക മാനസിക വൈകല്യമുള്ള ഒരു മകൻ്റെ അമ്മ. ഭർത്താവില്ലാത്തതുകൊണ്ട് അമ്മയായ ക്ലോവിന് മകൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവൾക്കുള്ളതാണ്. ഇന്നൊരു ചൊവ്വാഴ്ചയാണ്. പതിവ് പോലെ റെഡിയായി ബസ്സും ട്രെയിനും എല്ലാം പിടിച്ച് അണക്കെട്ടിൻ്റെ മുകളിലോടുള്ള നടത്തവും കഴിഞ്ഞ് കേബിൾ കാറിൽ കയറി അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഡംബര ഹോട്ടലിൽ എത്തിച്ചേരുന്നു. ഒരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ വെയിറ്ററിൻ്റെ സഹായത്തോടെ ഒറ്റയ്ക്ക് വന്ന വിനോദസഞ്ചാരികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു. പിന്നെ ഏതു വിധേനയും അവരെ തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള പരിപാടികൾ ക്ലോഡിൻ നടത്തുന്നു. അങ്ങനെ അധികമൊന്നും മെനക്കെടാതെ ഇന്നത്തെ ദിവസം കളറാക്കാനുള്ള ആളെ ക്ലോഡിൻ കണ്ടെത്തുന്നു. കുറച്ചു നേരത്തെ സംസാരം, നേരെ റൂമിലേക്ക്. 6 ദിവസത്തെ വിഷമങ്ങളും ദേഷ്യങ്ങളും സങ്കടങ്ങളുമെല്ലാം മറന്ന് മതിവരുവോളം ആസ്വദിച്ച് സന്തോഷത്തോടെയും വളരെയധികം നിർവൃതിയോടെയും അവൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ തിരികെ ടൗണിലെത്തിയ ക്ലോഡിൻ തൻ്റെ മകനെ ലക്ഷ്യമാക്കി പോകുന്നു. ഒരു അയൽക്കാരിയെ ഏൽപ്പിച്ചിട്ടാണ് അവൾ എല്ലാവട്ടവും കലാപരിപാടികൾക്കായി പോകുന്നത്. അങ്ങനെ മകനെയും കണ്ട് അയൽക്കാരിക്ക് പൈസയും നൽകി അവർ രണ്ടുപേരും വീട് ലക്ഷ്യമാക്കി തിരികെ നടക്കുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ക്ലോഡിനും മകനും മകൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ ഉറക്കി തൻ്റെ റൂമിലേക്ക് പോകുന്നു. ഇന്ന് കിട്ടിയ സുഖത്തിൻ്റെ നിർവ്വതയിൽ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം തൻ്റെ തയ്യൽ ജോലികൾ വീണ്ടും തുടങ്ങുന്നു. അങ്ങനെ ഒരു സുന്ദരിയായ പെൺകുട്ടി അവിടേക്ക് വരുന്നു. അവളുടെ കല്യാണ ഡ്രസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായി ക്ലോഡിനെ ഏൽപ്പിക്കുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഡിസൈനറാണ് ക്ലോഡിൻ. അതുകൊണ്ട് തന്നെ വിശ്വാസപൂർവ്വം ആ പെൺകുട്ടി തൻ്റെ അളവുകളെല്ലാം നൽകി അവളെ അത് ഏൽപ്പിക്കുന്നു. അടുത്ത ദിവസം ലെറ്റർ ബോക്സിൽ നിന്ന് കത്തുകൾ എടുക്കുന്നു. തൻ്റെ പിതാവ് അയച്ചതാണെന്ന് പറഞ്ഞ് അവനെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇന്ന് ചൊവ്വാഴ്ച തൻ്റെ പതിവ് ആവർത്തിക്കുവാൻ വേണ്ടി ക്ലോഡിൻ പോകുകയാണ്. അങ്ങനെ അവൾ അതീവ സന്തോഷത്തോടെ ആഡംബര ഹോട്ടലിൽ എത്തിച്ചേരുന്നു. വെയിറ്റർ പെട്ടെന്ന് തന്നെ പേര് വിവരങ്ങൾ ക്ലോഡിന് നൽകുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു വേട്ടക്കാരൻ തൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുന്നത് പോലെ ക്ലോഡിൻ ഇന്നത്തെ ദിവസത്തെ ആളെ കിട്ടുന്നു. പക്ഷേ അയാളുടെ സംസാരത്തിൽ തീരെ താല്പര്യമില്ലാതെ ക്ലോഡിൻ അവിടെ നിന്ന് എണീച്ചു പോകുവാൻ ശ്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് എതിർ ടേബിളിൽ ഇരുന്ന ഒരാളെ കാണുന്നു. നേരെ റൂമിലേക്ക്. കലാപരിപാടികൾക്ക് ശേഷം അദ്ദേഹം ക്ലോഡിന് പൈസ നൽകുന്നു. ഒരു വേശ്യയെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നു. ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ക്ലോഡിൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അടുത്ത ദിവസം തൻ്റെ തയ്യൽ ജോലിയിൽ ക്ലോഡിൻ തിരക്കിലാണ്. അടുത്ത ചൊവ്വാഴ്ച പതിവ് പോലെ തന്നെ ക്ലോഡിൻ തൻ്റെ ടേബിളിൽ സ്ഥാനമുറപ്പിക്കുന്നു. ഒരു ചെറുപുഞ്ചിരിയുമായി മൈക്കിൾ എന്ന ആൾ ക്ലോഡിൻ്റെ അടുത്തേക്ക് വരുന്നു. ഒരു ഫോട്ടോഗ്രാഫറാണ് ക്ലോഡിൻ. നീണ്ട നേരത്തെ സംസാരത്തിനൊടുവിൽ അവർ റൂം ലക്ഷ്യമാക്കി രണ്ടുപേരും പോകുന്നു. കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. എല്ലാറ്റിനും ശേഷം ക്ലോഡിൻ തിരികെ പോകുവാൻ റെഡിയാകുന്നു. ഈ നിമിഷം ടേബിളിൽ വച്ചിരിക്കുന്ന ഒരു ബുക്കിൽ മൈക്കിളിൻ്റെ ആർട്ടിക്കിൾ കാണുന്നു. വിശദമായി മൈക്കിളിനോട് ചോദിച്ചറിയുന്നു. തിരികെ വീട്ടിലേക്ക് മകനോടൊപ്പം എത്തിച്ചേരുന്നു. അടുത്ത ദിവസം പതിവിന് വിപരീതമായി മൈക്കിളിനെ കാണുവാൻ വേണ്ടി ക്ലോഡിൻ വരുന്നു. അണക്കെട്ടിൽ നിന്ന് ഫോട്ടോകൾ പകർത്തുന്ന മൈക്കിളിനെ കാണുന്നു. അവരുടെ ബന്ധങ്ങൾ വളരുവാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്ന് ക്ലോഡിൻ ആഗ്രഹിക്കുവാൻ തുടങ്ങുന്നു. പക്ഷേ മകൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് ആലോചിക്കുമ്പോൾ ഉള്ളിൽ ഒരു വിഷമമുണ്ടാകുന്നു. തിരികെ എത്തിയ ക്ലോഡിൻ മകൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നു. അതേ ദിവസം നീണ്ട ആലോചനയിലാണ്. മൈക്കിളിനെ കൈവിട്ട് കളയുവാൻ ക്ലോഡിന് മനസ്സു വരുന്നില്ല. ഇനിയെങ്കിലും സന്തോഷകരമായ ഒരു ജീവിതം അവൾ ആഗ്രഹിക്കുന്നു. ശാരീരിക മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയാണെന്ന് പറയുമ്പോൾ തൻ്റെ ആദ്യ ഭർത്താവിനെ പോലെ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നൊരു പേടി ക്ലോഡിനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ മറച്ചു വയ്ക്കുവാനും മകനെ ഒരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുവാനും ക്ലോഡിൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ആദ്യപടി എന്ന പോലെ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ക്ലോഡിൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവനെ കൊണ്ടുപോകുവാനുള്ള വണ്ടി വരുന്നു. ഇന്നേ ദിവസം എങ്ങനെയാകുമെന്ന് അറിയുവാൻ വേണ്ടി ഒരു പരീക്ഷണാർത്ഥം
ക്ലോഡിൻ അവനെ അനാഥാലയത്തിൻ്റെ വണ്ടിയിൽ കയറ്റി അവിടേക്ക് വിടുന്നു. അങ്ങനെ മകൻ പോയതിൻ്റെ വിഷമത്തിൽ ക്ലോഡിൻ മൈക്കിളിനെ കാണുവാൻ വേണ്ടി പോകുന്നു. കാര്യങ്ങളും മനസ്സിലെ താല്പര്യങ്ങളും മൈക്കിളിനോട് പറഞ്ഞ് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് ക്ലോഡിൻ വീട്ടിലേക്ക് മടങ്ങുന്നു. തിരികെ എത്തിയ ക്ലോഡിൻ മകൻ ഓക്കെ ആണെന്നറിയുന്നു. അതുകൊണ്ട് തന്നെ താൻ ഡിസൈൻ ചെയ്ത ഒരു ഷർട്ടും പാൻറ്റും അവന് നൽകി അവനെ റെഡിയാക്കുന്നു. അടുത്ത ദിവസം അവനെ അനാഥാലയത്തിലേക്ക് സ്ഥിരതാമസത്തിനു വേണ്ടി തയ്യാറാക്കുന്നു. രാവിലെ തന്നെ അവനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വാഹനം വരുന്നു. വളരെയധികം ദുഃഖത്തോടെ അവനെ അവിടേക്ക് ക്ലോഡിൻ യാത്രയയക്കുന്നു. മകനെ യാത്രയച്ചതിന് ശേഷം ക്ലോഡിൻ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും പെട്ടെന്ന് നിറവേറ്റുന്നു. തൻ്റെ അയൽക്കാരിക്ക് ബാക്കി പൈസയും അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് ക്ലോഡിൻ മൈക്കിളിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നു. സന്തോഷവതിയായ ക്ലോഡിൻ പെട്ടെന്ന് വലിയ ദുഃഖത്തിലാകുന്നു. താൻ കാണിച്ചത് വലിയ തെറ്റാണെന്ന് എന്നൊരു തോന്നൽ ക്ലോഡിനുണ്ടാകുന്നു. മൈക്കിളിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് മകൻ്റെ അടുക്കലേക്ക് തിരികെ പോകുന്നു. തിരികെ എത്തിയ അമ്മയെ കണ്ട് മകൻ വളരെയധികം സന്തോഷവാനാകുന്നു. അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കിയ ക്ലോഡിൻ അവനെ യഥാസ്ഥാനത്താക്കി തിരികെ പോകുന്നു. ശുഭം. ഈ വീഡിയോയുടെ പേരും ബാക്കി ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്